പ്രേക്ഷകരെ, അപ്പോൾ റിപ്പോർട്ടർ വൈബ് ഓണമാണ്. എല്ലായിടത്തും ഉത്രാടപ്പാച്ചിലാണ്. ആളുകളിതാ സദ്യക്കുള്ള ഒരുക്കുമാനങ്ങൾ, പച്ചക്കറിയൊക്കെ വാങ്ങാനുള്ള അവസാന ഓട്ടത്തിലാണ്. പൂക്കളൊക്കെ വാങ്ങുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. മഴ ഏതായാലും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടിന്റെ ഓണം വൈബാണ്. നിരവധി അതിഥികളുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ കുടുംബത്തിന്റെ അംഗം എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ KS ഹരിശങ്കറാണ് ഗുഡ് ഈവനിങ് ഷോയിൽ എത്തുന്ന അടുത്ത അതിഥി. ഹാപ്പി ഓണം ഹരിശങ്കർ, ഗുഡ് ഈവനിങ്. ഹാപ്പി ഓണം, ഗുഡ് ഈവനിങ്. ഇന്നലെ ഓണാഘോഷം തകർത്തത് കേട്ടല്ലോ അങ്ങ് കനകക്കുന്നിൽ. ചെറിയ രീതിയിൽ ഓണമൊക്കെ ഓണാഘോഷത്തിന് തുടക്കം ഞാനും എൻ്റെ പിള്ളേരുമായിരുന്നു. നൈസായിരുന്നു, നല്ല വൈബായിരുന്നു. ട്രിവാൻഡ്രം മന്ത്രി PC വിശ്വനാഥിന്റെ കൂടെയൊക്കെ പാട്ട് പാടി കണ്ടു. അതെ, അദ്ദേഹം സ്റ്റേജിൽ വന്നു. ഞാൻ അദ്ദേഹത്തിനടുത്ത് ഒരു പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. പുള്ളി കലക്കി കളഞ്ഞു. കറുകറ കാർമുകിലൊക്കെ എൻ്റെ കൂടെ പാടി. മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അതെ, റീൽസ് ഒക്കെ വൻ ഹിറ്റാണ്. അപ്പോൾ ഹരിശങ്കറിന്റെ ഓണാഘോഷം എവിടം വരെയായി? തിരുവനന്തപുരത്ത് തന്നെയാണോ ആഘോഷം? അതെ, ഇന്ന് ഉത്രാടമായിട്ട് ട്രിവാൻഡ്രത്താണ്. എൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്, സ്റ്റുഡിയോയിലാണ്. ഞങ്ങളിന്ന് സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കിയില്ല, അടുത്തൊരു സ്ഥലത്ത് പോയി കഴിച്ചു. എൻ്റെ ബാൻഡും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിഞ്ഞതേ സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു പകുതി ഉറക്കത്തിലും ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഉറക്കം വിട്ട് നമുക്കൊരു പാട്ട് പാടി തന്നെ തുടങ്ങാം. ഞാൻ പറയായിരുന്നു ഹരിശങ്കർ ഇല്ലാതെ റിപ്പോർട്ടിന്റെ എന്തോ ഓണമെന്ന്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഓണപ്പാട്ട് പാടിയത് ഹരിശങ്കറാണ്. അത് വലിയ ഹിറ്റായിരുന്നു. ഇത്തവണയും റിപ്പോർട്ടറിന്റെ ഓണപ്പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹരിശങ്കർ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ട് പാടിക്കാൻ പറ്റിയില്ല. എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടി നമുക്ക് തുടങ്ങാം. അടുത്ത പ്രാവശ്യം സെറ്റാക്കണം. ഉറപ്പായിട്ടും. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വന്ന കേട്ടോ, ഓണപ്പാട്ട് പറഞ്ഞപ്പോ. തീർച്ചയായും. അപ്പം സ്റ്റുഡിയോയിലാണ്. എനിക്കറിയാം പാട്ടുകളൊക്കെ സ്വന്തമായി ഉണ്ടാക്കുകയും അതിൻ്റെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തവണ ഓണത്തിന് എനിക്ക് തോന്നുന്നു വലിയ സന്തോഷം എന്ന് പറയുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒക്കെ ഹിറ്റാണ്. അതിലും ചില പാട്ടുകളുണ്ട്. ഇന്നലെ അത്തരത്തിലൊരു പാട്ട് വളരെ വൈബായി പാടിയതൊക്കെ കണ്ടു. അതെ, ഈ ഓണത്തിന്റെ ഏറ്റവും ഒരു നല്ല കാര്യം ബത്ലഹേമിൽ പാർട്ടാവാൻ പറ്റി എന്നുള്ളതാണ്. വിഷ്ണു വിജയുടെ മ്യൂസിക്കില് സുഹേൽ കോയയും വിനായക് ശശികുമാറും എഴുതി 2 പാട്ടുകൾ ആ മൂവിയിൽ പാടാൻ പറ്റി. ഇന്നലെ ഞാൻ ആക്ച്വലി ആ പാട്ട് ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഇന്നലെ ആ വേദിയിൽ അതിലൊരു പാട്ട് പാടി. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടിയായിരുന്നു. അതാണ് ഓണം സ്പെഷ്യൽ. എൻ്റെ 2 പാട്ട്, ഒന്നല്ല 2 പാട്ടുണ്ടല്ലേ ആ സിനിമയില്? അതെ. ഒന്നൊരു ക്ലൈമാക്സ് സോങ്ങും ഉണ്ട്. പിന്നെ ഇവരൊരു, ഞാൻ ബാക്കി പറയുന്നില്ല, പടം കാണാൻ ഒരുപാട് 2 സിറ്റുവേഷനിൽ വരുന്ന പടം കണ്ടു. പിന്നെ പടം ആദ്യത്തെ ഡേ തന്നെ, ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. കാരണം ഞങ്ങള് ഇതില് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ വിഷ്ണു ചേട്ടന്റെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു പടം ഉറപ്പായിട്ടും ഓണം ഈ പടമായിരിക്കും തൂക്കുന്നതെന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷം ആ പടത്തിലൊരു ഭാഗമാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡേ ആദ്യമേ പോയി കണ്ടു. ഇപ്പൊ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. അതെ, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇനി ഓണം കഴിഞ്ഞിട്ട് കാണാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിലൊക്കെ ടിക്കറ്റ് എല്ലായിടത്തും ഫുള്ളാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് പാടിയാലോ? ഓക്കെ, ആ പാട്ട് ഇറങ്ങിയിട്ടില്ല, എന്നാലും ഞാനൊരു 2 വരി മൂളാം. എന്തായാലും പാടാം നമുക്ക്. ഞങ്ങള് പറയൂ, എക്സ്ക്ലൂസീവ് എന്ന് പറയൂ അതിന്. ആയിക്കോട്ടെ, ലൈവ് അല്ലേ? അതെ, ലൈവാ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ആയി പാടുന്നെന്ന് പറയാം. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ആ കടുങ്കൈ ചെയ്യാണ്. ചായമേഘയോ സ്വർണമേഘമേ, സാക്ഷിയാകയോ
പാരിടങ്ങളെ പേരിടാം ദ്വീപ് പോൽ നിന്നൊരെന്നുൾത്തടം ഏതു സഞ്ചാരിയാലിതാ കാൽപതിഞ്ഞാർദ്രമാകവേ വർണ്ണജാലം ഹേമന്തകാലം മൗനഭംഗി പോലും ലോലമെന്ത് ലോലം. ഇതാണ് ആ പാട്ട്. ഞാനും പൂർണിമ കണ്ണനും കൂടി ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബാക്കി ഞാൻ പാടുന്നില്ല, ഇതൊരു കുറച്ച് സർപ്രൈസ് ഇരിക്കട്ടെ, ഇറങ്ങുന്നവരെ നമുക്ക് ക്ഷമിക്കാം. ഏതായാലും രണ്ടുപേരും തന്നെ ഗംഭീരമായിരുന്നു. അപ്പം ചില്ലറ ഹരിശങ്കർ അല്ല, അവാർഡിതനായ ഹരിശങ്കറാണ്. നമ്മൾ അവാർഡ് കിട്ടിയ ശേഷം കണ്ടിട്ടില്ല, അതിന്റെ ചിലവൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഹരിശങ്കർ എങ്ങനെയുണ്ട് അവാർഡ് കിട്ടിയ ശേഷം? തീർച്ചയായിട്ടും തരാം. ഇങ്ങനൊക്കെ തന്നെ ഇരിക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. സ്റ്റേറ്റ് അവാർഡ് ചില്ലറ കാര്യമല്ല. വളരെ സന്തോഷമായിരുന്നു. കഴിഞ്ഞ സന്തോഷമാണ് തീർച്ചയായിട്ടും. ഗവൺമെന്റിന്റെ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. താങ്ക് യു, വേറൊന്നും പറയുന്നില്ല അതിന്. ഏറമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെ ഹിറ്റ്, അതിലെ തന്നെ പാട്ടിന് അവാർഡ് കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ സന്തോഷം അതായിരുന്നു. ഇത്തവണ ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. ഈ ഹിറ്റുകളിലേക്ക് കൂട്ടത്തിൽ ഹരിശങ്കർ ഉണ്ട് എന്നതാണ് ഒരു സന്തോഷം അല്ലേ? അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ്. ഈ വർഷം വിഷ്ണു ചേട്ടൻ നല്ലൊരു പാട്ട് തന്നുകൊണ്ട് ഈ ഓണം കളറായി. കഴിഞ്ഞ വർഷം ഇതുപോലെ ദിബു നിനൻ തോമസ് അദ്ദേഹമായിരുന്നു കിളിയെ യുടെ കമ്പോസർ. എൻ്റെ ഫ്രണ്ട് ജിതിൻ ലാലിന്റെ പടമായിരുന്നു. അപ്പം എല്ലാ ഓണത്തിനും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ തടയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എന്തൊരു വിനയം. അപ്പൊ അടുത്ത ഓണവും എന്തായാലും കളറാവും. പാട്ടുകളൊക്കെ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. ഓസ്കാർ കിട്ടിയ സിനിമയിലെ വല്ല പാട്ട് പാടിയ ആളാണ്. എന്തൊരു എളിമ, എന്തൊരു വിനയം. നമുക്ക് ഏതായാലും പ്രേക്ഷകര് ആ പാട്ട് പാടിക്കാതെ വിട്ടാൽ എന്നെ വഴക്ക് പറയും അല്ലെ. നമുക്ക് കിളിയെ പാട്ട് പാടാൻ പോകാൻ പറ്റില്ല. കിളിയെ പാടണം. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കിളിയെ. ഓക്കെ, സെക്കൻഡ്. പോരാ, പക്ഷെ എന്നാലും ഏത് മൂഡിലിരിക്കുമ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എന്റെ മക്കൾക്കും ഒക്കെ വലിയ ഇഷ്ടം. അതെ അതെ, ഓണം മൂടൊക്കെ ആയോ അവിടെ? തിരുവനന്തപുരത്ത് ലൈറ്റിംഗ് ഒക്കെ സൂപ്പർ ആണെന്ന് കേട്ടു. പിന്നെ ട്രിവാൻഡ്രം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ഓണം ട്രിവാൻഡ്രം ഓണം തന്നെയാണ്. നമ്മുടെ റോയൽ ട്രിവാൻഡ്രത്താണ് ഏറ്റവും ആഘോഷിക്കുന്നത്. ഇത്രയും പ്രോഗ്രാംസ്, അതായത് 35 വേദികളിലായിട്ട് 1000-ന് മേൽ ഷോസും പ്രോഗ്രാംസും നടക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രോഗ്രാം ഉണ്ട്. അതാണ് ഏറ്റവും സന്തോഷം. നമുക്ക് മാത്രമല്ല, എല്ലാ കലാകാരന്മാർക്കുമുള്ള വേദികളിലൂടെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഫെസ്റ്റീവ് സീസണാണ്. എല്ലാവരും അതുകൊണ്ട് ഹാപ്പിയാണ്. ഇന്നലെ നല്ല ക്രൗഡ് ആയിരുന്നു അല്ലേ അവിടെ തിരുവനന്തപുരത്ത്? ഇന്നലെ കലക്കൻ ക്രൗഡായിരുന്നു. ഇന്നലെ ഈ പറഞ്ഞ പോലെ ശോഭന മാമിന്റെ ഡാൻസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. പിന്നെ ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ, ഓണാഘോഷത്തിന്റെ തുടക്കമായിരുന്നുകൊണ്ട് ചാക്കോച്ചൻ വന്നിരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം എന്താ പറയാ, ഒരു നല്ല രസമായിരുന്നു, ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ പൊളിക്കേണ്ടത് പൊളിച്ചു, ആൾക്കാർ ഏറ്റുപാടി, അങ്ങനെ കുറെ നല്ല പാട്ടുകൾ, നല്ല മൊമെന്റ്സ് ഉണ്ടായ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം എന്തായാലും ഹിറ്റ് ചാർട്ടില് 2 പാട്ടുകൾ ഇടം പിടിച്ചു. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഉണ്ട്. ഇനി മറ്റു ഭാഷകളിലൊക്കെ സൂപ്പർ ഹിറ്റാണ് പാട്ടുകൾ.
മറ്റു ഭാഷകൾ ഇറങ്ങാനുണ്ട്. ഇപ്പൊ ഒരു കന്നഡ ഫിലിമിൽ വർക്ക് ചെയ്തു, ഡെയിൽ എന്ന് പറഞ്ഞിട്ട്. അതാണ് ലേറ്റസ്റ്റ് വർക്ക്. പിന്നെ എൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ഉടനെ ഇറങ്ങുന്നെന്ന് ഉള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകളും പരിപാടികളും ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത വർക്ക് എന്ന് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെന്താ അതല്ലേ എന്തായാലും പറയാൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ അതൊക്കെ പറഞ്ഞതാ. ഈ പറഞ്ഞ പോലെ അതൊരു വലിയൊരു വിശേഷമാണ്. ഞാൻ എത്രയോ നാളായിട്ട് നമ്മള് കുറെ ആൾക്കാർ അത് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം, അതൊന്ന് വെളിച്ചം കാണണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അപ്പം അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പൊ എന്തായാലും ഗംഭീരാവട്ടെ. ഈ ഹരി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതും സന്തോഷമാണ്. മാത്രമല്ല ഈ കവർ സോങ്ങുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പം തിരക്കുണ്ടെന്നറിയാം, ഓണത്തിരക്കുകളാണെന്നറിയാം, തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിലാണെന്നറിയാം. കൊച്ചിയിലെ ഓണാഘോഷം മോശമൊന്നുമല്ല, വേണമെങ്കിൽ ഒന്ന് കൊച്ചി വരെ വന്ന് നോക്കിക്കോളൂ, നല്ല ആഘോഷമാണ് ഇവിടെയും. അപ്പം ഒരു അല്ലല്ല, ഞാൻ കൊച്ചിയിലെ ഓണാഘോഷം അടിപൊളിയാണ്, എല്ലായിടത്തും ഓണാഘോഷം അടിപൊളിയാണ്, എല്ലായിടത്തും അടിപൊളിയാണ്. പക്ഷെ ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇവിടെ എന്താ നടക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രേക്ഷകർ പാട്ട് കേൾക്കാനാണ് ഇരിക്കുന്നത്. ഒരു പാട്ട് കൂടി പാടാമോ? ഒരു പാട്ട് കൂടി. ഏത് പാട്ടാണ് ഇഷ്ടമുള്ള ഒരു പാട്ട്? എനിക്ക് ഇതാണ് ഏറ്റവും പ്രശ്നം, വെച്ചാൽ പെട്ടെന്ന് പാടാൻ പറയുമ്പോ ഒരു പാട്ട് ഓർമ്മ വരില്ല. അങ്ങനെയാണോ? ഏത് പാട്ട് പാടും? കാന്താരയിലെ പാട്ടായാലോ? കാന്താര ഓക്കെ. അതിൽ 2 പാട്ട് പാടി. അതില് ഒരു കുറച്ച് എന്താ പറയാ, കുറച്ച് സമാധാനമുള്ളൊരു പാട്ടുണ്ട്, അത് പാടാം. ശരി. വേങ്കുഴലിലിഴൈനായടി എൻ കാതയേ മെന്മയങ്കി കിടந்தேனடி என் போதையே வேலன்றறுத்திடும் விழிகள் இரண்டில் நீ தாக்கினாய் உந்தன் மார்பை இருக்கிடும் துணியால் என்னை நீ கை தாக்கினாய் உலகே பொய்யடி கனவே மையடி அதில் வாழ்வோமா பூங்கோதையே. அவ்வளவுதான். അവളോ പോതും. അപ്പൊ എന്തായാലും മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അമ്മയും അമ്മൂമ്മയൊക്കെ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ സ്നേഹാന്വേഷണം, ഓണാശംസകളൊക്കെ അറിയിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ MGയുടെ ഓർമ്മയിൽ എല്ലാവരും നിങ്ങൾ ഒത്തുകൂടിയതിന്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ? അതെ അതെ, ഘനശ്യാമ സന്ധ്യ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. അതും വളരെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയില്. എനിക്ക് തോന്നുന്നു 1-2 പേര് മാത്രം വരാൻ പറ്റിയില്ല, ദുബായിലുള്ള എൻ്റെ ചേച്ചിക്ക് മാത്രം. ബാക്കി ഫാമിലിയിലുള്ള എല്ലാവരും ഒത്തുകൂടിയൊരു മൊമെന്റും കൂടിയായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു അത്. ഓക്കെ, അപ്പം താങ്ക് യു ഹരിശങ്കർ, KS ഹരിശങ്കർ. ഹാപ്പി ഓണം. റിപ്പോർട്ടറിന്റെ പ്രത്യേക സ്നേഹം. താങ്ക് യു വിനീത. എല്ലാ വർഷവും എന്താ പറയാ, ഓണത്തിനൊരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആയിട്ട് വരുന്നതിലും നന്ദി. എപ്പോഴും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് റിപ്പോർട്ടറായിട്ടുള്ള ഇന്റർവ്യൂസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും കാണാം. ഇനി ഓണവും വിഷു ഒക്കെ കിടക്കല്ലേ, വേണമെങ്കിൽ ക്രിസ്മസ് ഉണ്ട്, പെരുന്നാളുണ്ട്, എല്ലാത്തിനും നമുക്ക് കൂടാം. കാരണം പാട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഹരിശങ്കറും റിപ്പോർട്ടർ കുടുംബത്തിലെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഓണം അടിപൊളിയാക്കും. അപ്പൊ പ്രേക്ഷകരെയും ഹരിശങ്കറാണ് നമ്മോടൊപ്പം ചേർന്നത്.